بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك عليه. പെരുന്നാൾ നിസ്കാരം, ചെറുപെരുന്നാൾ സുന്നത്ത് നിസ്കാരം, അതുപോലെ ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരവും വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരം ഉപേക്ഷിക്കാറേയില്ല. അത് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് സുന്നത്താണ്. സ്ത്രീകൾ വർഷത്തിലൊരിക്കലാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ. അത് വളരെ ശക്തമായ സുന്നത്ത് നിസ്കാരമായതുകൊണ്ടും സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമായതുകൊണ്ടും ആരും തന്നെ പെരുന്നാൾ നിസ്കാരം ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ തീർച്ചയായും പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിരിക്കണം. ചെറുപെരുന്നാളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ചെറുപെരുന്നാൾ എല്ലാവർക്കും ഈദ് ചെറുപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്തും കബൂലും നൽകട്ടെ. കഴിഞ്ഞ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അമാലുകളൊക്കെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആരും തന്നെ പെരുന്നാൾ നിസ്കാരം ഉപേക്ഷിക്കരുത്. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക, പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ഞാൻ പറയാം. 2 റക്അത്താണ് ചുരുങ്ങിയത്. അത് ചുരുങ്ങിയ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ വെറുതെ 2 റക്അത്ത്, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമോ ജമാഅത്തൊക്കെ ആണെങ്കിൽ ജമാഅത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ജമാഅത്ത് ഉണ്ടെങ്കിൽ ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് ഒന്നും ചെയ്യാതെ ഫാത്തിഹ ഓതി സാധാരണ നിലക്ക് 2 റക്അത്ത് സാധാ നിസ്കരിക്കും പോലെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ, സാധാരണ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലില്ലേ, ളുഹറിന് മുമ്പ് ശേഷവും തറാവീഹൊക്കെ നമ്മളാണ് ഈ 2 റക്അത്ത് നിസ്കരിച്ചില്ലേ, ഒരു തക്ബീറും ഏറെ ചെല്ലാതെ എന്നതുപോലെ നിസ്കരിച്ചാലും സാധാ പോലെ 2 റക്അത്ത് ളുഹറിൻ്റെ സുന്നത്ത് നിസ്കാരം പോലെ, ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പോലെ നമ്മൾ സാധാ പോലെ 2 റക്അത്ത് നിസ്കരിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിൻ്റെ കൃത്യമായ ടൈമിൽ നിങ്ങൾ തിരക്കുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിസ്കാരത്തിന് തടസ്സമായി പോകരുത്. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അതിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? മേൽ നിയ്യത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം ഫാത്തിഹക്ക് മുന്നേ. വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹക്ക് മുന്നേ 7 തക്ബീറില്ല. ആദ്യം നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ ചൊല്ലി കൈകെട്ടി വജ്ജഹത്ത് ഓതുക. പിന്നെ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അങ്ങനെ ചൊല്ലാം. വീണ്ടും അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അങ്ങനെയില്ല. അല്ലാഹു അക്ബർ. അക്ബാർ എന്നാകരുത് കേട്ടോ, ബായിന് നീട്ടരുതാരും, ആവശ്യമില്ലാതെ നീട്ടരുത്. അക്ബാർ എന്നാകുമ്പോൾ അള്ളാഹു ചണ്ടയാണെന്ന് അർത്ഥം വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ 7 തവണ ചൊല്ലുക വജ്ജഹത്തുവിന് ശേഷം. ആ ദിക്റിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം നമ്മൾ നേരത്തെ തസ്ബീഹ് നിസ്കാരത്തിലൊക്കെ ചൊല്ലിയതുപോലെ ഒരു വട്ടം ചൊല്ലുക. അവിടെ തന്നെ അല്ലാഹു അക്ബർ
കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല എന്നൊക്കെ ചൊല്ലലും വർദ്ധിപ്പിക്കലൊക്കെ സുന്നത്താണ്. അതുപോലെ അവിടെ തന്നെ സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വസല്ലമ തസ്ലീമൻ കസീറ എന്നൊക്കെ വർദ്ധിപ്പിക്കാം. നമ്മൾ സാധാരണ എനിക്ക് ചുരുക്കി പറയാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ. അപ്പോൾ 7 തക്ബീറിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലാം. 7 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദിക്ർ ചൊല്ലാതെ ഫാത്തിഹയിലേക്ക് കടക്കുക. 7ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പിന്നെ ഈ ദിക്ർ ചെല്ലണ്ട, ഫാത്തിഹ ചൊല്ലുക. ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതണം 1 റക്അത്തിൽ? ഏറ്റവും നല്ലത് ഖാഫ് സൂറത്ത് ഓതല. ഹാഫിലിങ്ങൾക്കൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പഠിച്ചോൽക്ക് ഖാഫ് സൂറത്തെ. 2ാമത്തെ റക്അത്തിൽ ഇഖ്തറബത്തിസ്സാഅ എന്ന സൂറത്താണ്, അതും പഠിച്ചോൽക്കൊക്കെ പറ്റും. നമ്മളെപ്പോഴും അറിയുന്ന സൂറത്ത് ചെല്ലാലും മതി. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന സൂറത്ത് ചെല്ലാം 1 റക്അത്തിൽ. അതുപോലെ ഫാത്തിഹയ്ക്ക് ശേഷം 2 റക്അത്തിൽ ചൊല്ലേണ്ടത് ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത്. അപ്പോൾ 1 റക്അത്തിൽ സബ്ബിഹിസ്മ, 2 റക്അത്തിൽ അത്താക്ക. ഇനി അതും അറിയില്ലെങ്കിൽ കുല്യാൽ കാഫിറൂൻ ഓതിക്കോളൂ 1-ൽ, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കോളൂ 2-ൽ, അങ്ങനെ ചൊല്ലിയാലും മതി അറിയില്ലെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 7 തക്ബീർ 1 റക്അത്തിൽ ചൊല്ലണമെന്ന്. അപ്പോൾ കൈ ഉയർത്തി പിന്നെയും നെഞ്ഞിലേക്ക് താത്ത അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തിക്കാണ്ട് നമ്മുടെ ചുമലിനെ നേരെ ഉയർത്തുക, അങ്ങോട്ട് താത്തി വെക്കുക, അങ്ങോട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ തക്ബീർ കുറച്ച് ഉച്ചത്തിൽ ചൊല്ലൽ നല്ലതാണ്. അപ്പോൾ 7 തക്ബീറല്ലേ, അതിൻ്റെ ഇടയിൽ ദിക്റല്ലേ. ഇനി ഫാത്തിഹ ഓതുക, കഴിയുന്ന സൂറത്ത് ഓതുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയാണ് നല്ലത്. സൂറത്ത് ഓതിയതിൻ്റെ ശേഷം ഇനി റുക്കൂയിലേക്ക് പോവുക. പിന്നെ അങ്ങനെ ഇർത്തിദാൽ 2 സുജൂദ് ചെയ്യുക, സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം, പിന്നെ എഴുന്നേൽക്കുക. അല്ലാഹു അക്ബർ 2 സുജൂദും കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 2 റക്അത്തിലെത്തി. ആ വരുന്ന തക്ബീർ കൂട്ടാതെ ഇനി ഒരു 5 തക്ബീറില്ല. 2 റക്അത്തിൽ 5 തക്ബീറാണ് ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ. അപ്പോൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് ഉയർന്ന പാട് ഫാത്തിഹ ഓതണ്ട. ഫാത്തിഹ ഓതുന്ന മുമ്പ് 5 തക്ബീറില്ല. അപ്പോൾ കൈ ഉയർത്തുക, ഇങ്ങോട്ട് കൈ താറ്റും ചെയ്യുക, നെഞ്ഞിൻ്റെ താഴേക്ക് വെക്കുക, നമ്മൾ സാധാരണ വെക്കും പോലെ. ആ 5 തക്ബീർ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നിങ്ങനെ ചൊല്ലുക. 5 തക്ബീറില്ല. 5ാമത്തെ തക്ബീറിന് ശേഷം ഈ ദിക്ർ ചൊല്ലണ്ട. 5ാമത്തെ തക്ബീറിന് ശേഷം നേരെ ഫാത്തിഹ ഓതുക, കഴിയുന്ന സൂറത്ത് ഓതുക. ഹൽ അത്താക ഹദീസുൽ ഗാശിയാണ് നല്ലത്. ഇനി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ഇഖ്തറബത്തൈന് ഞാൻ നേരത്തെ പറഞ്ഞു, ഖാഫ് ഇഖ്തറബയാണ്. 1 റക്അത്തിൽ ഖാഫും 2-ൽ ഇഖ്തറബി, അല്ലെങ്കിൽ 1-ൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയും 2-ൽ ഹൽ അത്താക്കി, ഏതായാലും കഴിയണത്. ഇമാമൊക്കെ നിന്ന് കാണുന്ന നിസ്കരിക്കുക. ജമാഅത്ത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ 5 തക്ബീർ 2 റക്അത്തിൽ. 1 റക്അത്തിൽ 7 തക്ബീർ. ഈ തക്ബീർക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, ഇങ്ങോട്ട് റുക്കൂയിലേക്ക് പോകുക, സുജൂദിലാണ് ഇത്ദാലിലേക്ക് പോകുക, 2 സുജൂദ് ചെയ്യുക, പിന്നെ അത്തഹിയാത്ത് ഓതിയിട്ട് അത്തഹിയാത്ത് ഫുൾ ഓതിക്കളി, സലാം വിട്ട. ഇതാണ് ചുരുങ്ങിയത് നിസ്കാരത്തിൻ്റെ രൂപം. നിസ്കാരം കഴിഞ്ഞാൽ പുരുഷന്മാർ ഖുത്ബ ഓതൽ സുന്നത്താണ്. പുരുഷന്മാർ ഒരാൾ ഖുത്ബ ഓതും. ഈ നിസ്കാരത്തിൻ്റെ ടൈം എപ്പോഴാണ്? സൂര്യൻ പെരുന്നാൾ നിസ്കാരം സൂര്യ ഉദിച്ചതിൻ്റെയും ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ, സൂര്യൻ മധ്യത്തുനിന്ന് തെറ്റലാണ് ളുഹർ ബാങ്ക് കൊടുക്കൽ. അപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കുന്നവരെ നിസ്കരിക്കുക. സൂര്യ ഉദിച്ചതിന് ശേഷമാവണം. ഏറ്റവും നല്ലത് സൂര്യ ഉദിച്ച് ഒരു റുംഹിൻ്റെ ഒരു കുന്തം എന്നറിയും, ഒരു കുന്തത്തിൻ്റെ കതർ ഉയരുന്നതിന് ശേഷം സൂര്യ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക. ചുരുങ്ങിയത് 20 മിനിറ്റിന് ശേഷം ആവണം.
അത് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നിസ്കരിക്കാം. ഇങ്ങനെ അതാണ് ടൈം. അപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ കഴിയണം കേട്ടോ. കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ഖലാ വീട്ടാം. ഖലാ വീട്ടുന്നതിന് കുഴപ്പമില്ല, ഖലാ വീട്ടൽ സുന്നത്താണ്. പിന്നെ ചെറിയപെരുന്നാൾ ഏറ്റവും നല്ലത് അല്പം സമയമായാലും കുറച്ചും കൂടി പിന്തിക്കലാണ്. കാരണം ഫിത്തർ സക്കാത്തൊക്കെ കൊടുക്കാനുള്ള സമയം കൂടി കിട്ടാൻ. വലിയ പെരുന്നാളാണെങ്കിൽ വേഗം നിസ്കരിച്ച് സമയം നേരത്തെ നിസ്കരിക്കലാണ് നല്ലത്. പിന്നെ ഖുത്തുബക്ക ഓതുന്നവരാണ് പുരുഷന്മാരാണ് പള്ളിയിൽ ഉസ്താദ്മാർ നിർവഹിക്കും. പിന്നെ രണ്ട് പെരുന്നാൾക്കും, ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും, മാസപ്പിറവി കണ്ടത് മുതൽ, അതായത് സൂര്യൻ അസ്തമിച്ചത് മുതൽ, മാസപ്പിറവി കണ്ടത് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താണ്. ഇമാമിൻ്റെ കൂടെ അവൻ നിസ്കരിക്കാൻ പോകാത്ത ആളാണെങ്കിൽ അവൻ്റെ നിസ്കാരം എപ്പോഴാണ് നടക്കുന്നത് വരെ. ഇനി ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉച്ച വരെ എന്ന് പറയാം, ളുഹർ ബാങ്ക് കൊടുക്കുന്നവരെ തക്ബീർ ഇങ്ങനെ ഉച്ചത്തിൽ ചൊല്ലൽ നല്ലതാണ്. പുരുഷന്മാർ പ്രത്യേകിച്ച് ഉച്ചത്തിൽ ചെല്ലാം. അത് അങ്ങനെ. പിന്നെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള തക്ബീർ, അത് ചെറിയ പെരുന്നാൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം നടക്കുന്നവരെ സുന്നത്തുള്ളൂ. അത് നിസ്കാരത്തിന് ശേഷം എന്ന നിലക്കുമല്ല, അത് സൂര്യ അസ്തമിച്ചത് മുതൽ നിസ്കാരം വരെ തക്ബീർ ചെല്ലൽ സുന്നത്തുള്ള കൂട്ടത്തിൽ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാമെന്ന് മാത്രം. ദുആക്കെ കഴിഞ്ഞിട്ട് ചെല്ലാം, അവ എപ്പോഴും ഇങ്ങനെ ചെല്ലാം. ബലിപെരുന്നാൾക്കാണെങ്കിൽ പിന്നെ അവിടെ എല്ലാ 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും പ്രത്യേകം തക്ബീർ ചെല്ലണം. എല്ലാ 5 വക്ത് മാത്രമല്ല, സുന്നത്ത് നിസ്കാരത്തിന് ശേഷം വരെ, ജനാസ നിസ്കാരത്തിന് ശേഷം വരെ തക്ബീർ ചെല്ലൽ സുന്നത്താണ്. എപ്പം മുതൽ? ബലിപെരുന്നാൾക്കാണെങ്കിൽ അറഫാ ദിവസത്തെ സുബിഹി മുതൽ. അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. പെരുന്നാൾ നാളെയാണെങ്കിൽ ഇന്നാണ് ഇപ്പോൾ തലേ ദിവസം, ഇന്ന് പകൽ കഴിഞ്ഞു. അതിൻ്റെ സുബിഹി, അതായത് ഇന്ന് രാവിലത്തെ സുബിഹി മുതൽ, നാളെ വലിയ പെരുന്നാളാണെങ്കിലാണ് പറയുന്നത്, സുബിഹി മുതൽ അറഫാ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം രാവിലത്തെ സുബിഹിയാണ്. അത് മുതൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും തക്ബീർ ചൊല്ലൽ വലിയ പെരുന്നാൾക്ക് സുന്നത്താണ്. അത് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ ദിവസത്തിലും അങ്ങനെ തന്നെ. പിന്നെയും 3 ദിവസം അയ്യാമു തശ്രീക്ക് വരും. പെരുന്നാളിൻ്റെ തലേ ദിവസം സുബഹിക്ക് തുടങ്ങും, പിന്നെ പെരുന്നാൾ ദിവസമുണ്ട്, പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു 3 ദിവസം അയ്യാമു തശ്രീക്ക് നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന സമയം. അതിൽ അസ്ർ വരെ ഇങ്ങനെ സുന്നത്താണ്. ഏത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷം വരെ തക്ബീറില്ല. അത് സലാം വീട്ടി ഉടനെ തക്ബീറിലേക്ക് കടക്കലാണ് അവിടെ സുന്നത്ത്. ബലിപെരുന്നാളിന് മാത്രമാണ് ആ സ്പെഷ്യൽ ഉള്ളത്, അത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ബലിപെരുന്നാൾക്ക് വേറെ ഉണ്ട്. ഈ മൃഗങ്ങളെ കാണുമ്പോൾ, ബലിപെരുന്നാൾക്കാണ് മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ, ദുൽഹിജ്ജ 10 ദിവസവും മൃഗങ്ങളെ ശബ്ദം കേൾക്കുമ്പോഴും മൃഗങ്ങളെ കാണുമ്പോഴും. അത് ബലിപെരുന്നാളിൻ്റെ നിയമമാണ്, പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ കുളി, അത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ പെരുന്നാൾ സുന്നത്ത് കുളി, ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കുക. അപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്ത് കുളിക്കുമ്പോൾ ആ കുളിക്ക് ഒരു പ്രതിഫലം ലഭിക്കും. കുളിച്ചാലും പ്രതിഫലം ലഭിക്കും. കുളിക്കൽ സുന്നത്താണ്. പെരുന്നാൾ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം, പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തിറങ്ങുമ്പോൾ ധരിക്കൽ സുന്നത്താണ്. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കൽ, ചെറിയ പെരുന്നാളാണെങ്കിൽ അവിടെ നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. ഈത്തപ്പഴമാവലാണ് നല്ലത്. ആ സുന്നത്തൊന്ന് എടുക്കണം എല്ലാവരും. ഈത്തപ്പഴം തിന്നണം. റമദാനിലെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ ഈത്തപ്പഴം അവിടെ, അതൊക്കെ ഒന്ന് എടുത്ത് തിന്നാം. പിന്നെ ബലിപെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കലാണ് നല്ലത്.
അത് ഉദ്ഹിയ്യത്ത് മാംസം നിന്നാൽ പ്രത്യേകം നല്ലതാ ബലി വരുന്നാക്ക്. പിന്നെ പെരുന്നാൾ ആശംസകൾ നേരുന്നതിൻ്റെ വിധി എന്താണ്? അത് സുന്നത്താണ്. അതിന് പല പദങ്ങളുണ്ട്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നിങ്ങൾക്കും നമ്മളെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് അർത്ഥം. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും അങ്ങനെ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഇനി ഇത് മുബാറക്ക് എന്നൊക്കെ ചിലർ പറയലുണ്ട്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ആശംസക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരുന്നത് നല്ലതാണ്, സുന്നത്താണ്. പിന്നെ പുരുഷന്മാർ പള്ളിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യലാണ് പ്രത്യേകം സുന്നത്ത്. പിന്നെ സുഗന്ധം പൂശി പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക, കുടുംബബന്ധം ചേർക്കുക, കുടുംബങ്ങളെ സന്ദർശിക്കുക, മഹാന്മാരെ സിയാറത്ത് ചെയ്യുക. പെരുന്നാൾ വലിയ പുണ്യമായ ദിനമാണ്. നന്മകളാണ് ചെയ്യേണ്ടത്, ഒരിക്കലും തിന്മകൾ നാം ചെയ്തു പോകരുത്. ഫിത്ർ സക്കാത്ത് അതിൻ്റെ കണക്കും അളവുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതൊക്കെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു വീട്ടുക. പെരുന്നാളിൻ്റെ വൈകുന്നേരത്തിന് മുമ്പിലേക്ക് നിസ്കാരത്തിന് കഴിഞ്ഞിട്ട് പിന്തിക്കൽ കറാഹത്താണ്. വൈകുന്നേരം അസ്തമയത്തെ തൊട്ടും പെരുന്നാൾ പകൽ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അസ്തമയത്തെ തൊട്ടും പിന്തിക്കൽ ഹറാമാണ്. ആരെങ്കിലും അക്കാലത്താക്കുകയെങ്കിലും ചെയ്യുക. ഏതെങ്കിലും സ്പെഷ്യൽ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുക. അവർ പിന്നെ വൈകിച്ചാലും പ്രശ്നം, നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു. നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുന്നവർ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ധാരാളം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് പെരുന്നാൾ രാത്രിയാണ് നാം ഉള്ളത്. അത് ഹയാത്താക്കൽ സുന്നത്താണ്. കൂടുതൽ നിസ്കാരം വിത്തറൊക്കെ 11 റക്അത്ത് നിസ്കരിക്കാൻ നോക്കുക. സാധാരണ നമ്മൾ 3 ആണെങ്കിൽ അത് 11 ആക്കുക. നമ്മളിതുവരെ വിത്തർ നിസ്കാരം കൃത്യമാക്കി. അത് ഇനി ജീവിതത്തിൽ മുഴുവനും ആ വിത്തർ നിസ്കാരം നഷ്ടപ്പെടാതെ ഫോളോ ചെയ്യുക. 3 റക്അത്തെങ്കിലും നിസ്കരിക്കുക. പെരുന്നാൾ ദിവസത്തെ ഒരാൾ ഹയാത്താക്കിയാൽ, രാത്രിയെ ഹയാത്താക്കിയാൽ, പെരുന്നാളിൻ്റെ രാത്രി ഹയാത്താക്കൽ സുന്നത്താണ്. ഇബാദത്തുകളെ കൊണ്ടും നിസ്കാരങ്ങളെ കൊണ്ടും ധന്യമാക്കൽ സുന്നത്താണ്. അങ്ങനെ ധന്യമാക്കിയാൽ അവൻ്റെ ഖൽബ് ചത്തുപോവുകയില്ല, അവൻ്റെ ഖൽബ് ഹയാത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് പെരുന്നാൾ രാവിൻ്റെ രാത്രി. ധാരാളം ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഈ ദിവസം ഹയാത്താക്കേണ്ട ഒരു ദിവസമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പെരുന്നാരാവ് നമ്മൾ അല്പം ഇബാദത്തിലായി കഴിച്ചു കൂട്ടണം. ഹയാത്താക്കൽ നല്ലതാണ്. ഈ രാവിനെ ഹയാത്താക്കുന്നത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള ദിനമാണ്. തിന്മകളിൽ നിന്നും നാം നമ്മുടെ മക്കളും ഒക്കെ മാറി നിൽക്കുക, തിന്മകൾ ചെയ്യാതിരിക്കുക. പെരുന്നാൾ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് കിട്ടിയ ആ ആത്മീയത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി ഷഫീആയി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ അല്ലാഹു പെടുത്തട്ടെ. പൂർണ്ണമായ നരകമോചിതരിൽ അല്ലാഹുവെ ഞങ്ങളൊക്കെ പെടുത്തണമല്ലാ. ഞങ്ങളെ നീ ശുദ്ധിയാക്കണമല്ലാ. ഞങ്ങളെ തൗബ സ്വീകരിക്കണമല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുത്തുയർത്തണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു.